ഞാൻ ഉടനെ തന്നെ പറഞ്ഞു പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ. അപ്പൊ ഉടനെ മോഡി അപ്പൊ തന്നെ ഫോൺ എടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞു, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. എനിക്ക് മുൻപുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരും അവരുടെ സ്ഥാനമേറ്റ് കഴിഞ്ഞാൽ അവിടെ ആരാണ് പ്രധാനമന്ത്രിയെങ്കിലും പ്രധാനപ്പെട്ട മന്ത്രിമാരെ പോയി കാണുന്നത് കേട്ടസി കോളാണ്. ഞാനും അത് ചെയ്തു. 2 പ്രാവശ്യവും മുൻ മുഖ്യമന്ത്രി അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ഇഡിയെ കൊണ്ട്. അപ്പൊ ഉടനെ മോഡി അപ്പൊ തന്നെ ഫോൺ എടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞു, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാ പറഞ്ഞേക്കണം. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യും. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയാണ്. ഞാൻ ചിരിക്കണോ അല്ല കരയണം? ഇത് കേട്ടിട്ട് നിങ്ങളൊന്ന് ആലോചിക്കും. പിണറായി വിജയൻ ഇതൊന്നും പറയില്ല, അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് എനിക്കൊരു റേറ്റിംഗ് ഉണ്ട് എൻ്റെ ഉള്ളിൽ. അദ്ദേഹം ഒന്നും പറയില്ല. പക്ഷെ നല്ലതാണിത്. എന്താണെന്നറിയാം, ഈ പണ്ടേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു പരാതിയുണ്ട്, ബലം പിടുത്തം കൂടുതലാണ്, സ്റ്റിഫാണെന്ന്. അതൊക്കെ കഴിഞ്ഞ് അവർ തമാശ പറയാൻ തുടങ്ങിയല്ലോ. അതിലെനിക്കൊരു സന്തോഷമുണ്ട്. തമാശ പറയാൻ തുടങ്ങിയല്ലോ. എന്താണ് നടക്കുന്നത് കേരളത്തിൽ?